രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്ത് പോയതിൽ തെറ്റില്ല എന്ന് പറയുകയാണ് വി ഡി സതീശൻ. തിണ്ണനിരങ്ങലും സന്ദർശനവും രണ്ടാണ്. സാമുദായിക നേതാക്കളെ സന്ദർശിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ചെന്നിത്തലയ്ക്ക് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണമെങ്കിൽ അദ്ദേഹം എന്റെ നേതാവാണ്, മനസ്സിലായേ? അദ്ദേഹത്തിന് എന്റെ അനുമതി എന്തിനാ? തിണ്ണനിരങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? തിണ്ണനിരങ്ങ അവിടെ കിടക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം. തിണ്ണനിരങ്ങ എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്. ഷിജോ തുടരാണ്. ഷിജോ, പ്രതിപക്ഷ നേതാവിനോട് ആ ചോദ്യം വരുന്നത് തന്നെ നേരത്തെ ഷിജോ പറഞ്ഞ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ കോട്ടയത്തുകൂടി ബാക്കി ഏതെങ്കിലും സമയത്തൊക്കെ പോട്ടെ, അങ്ങനെ എന്താണ് രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ അദ്ദേഹം പോകുന്നതും ഉണ്ടാവാം, അദ്ദേഹം പോകുന്നതുമാണ് NSS ആസ്ഥാനത്തൊക്കെ. പക്ഷേ വി ഡി സതീശൻ്റെ യാത്ര കടന്നു പോകുമ്പോൾ അദ്ദേഹം പോയി കാണുന്നതിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനോട് ആ ചോദ്യം ഉണ്ടാവും. ഹാഷ്മി, അത് സ്വാഭാവികമായിട്ടും ഉയർന്നൊരു ചോദ്യമാണ്. പക്ഷേ ഈ സന്ദർശനത്തിനകത്ത് സ്വാഭാവികതയല്ല, ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴത് അങ്ങ് തുറന്നു പറയാൻ പറ്റുകയില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു അസ്വാരസ്യങ്ങളില്ല, ഞങ്ങളിൽ മുഖ്യമന്ത്രി തർക്കമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുതുയുഗ യാത്ര കടന്നു പോകുന്നത്. അതിനിടയിൽ ഇത്തരം സന്ദർശനങ്ങളെയൊക്കെ ഒരു തിണ്ണനിരങ്ങലായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് പോകും. അതുകൊണ്ട് അത് തിണ്ണനിരങ്ങലല്ല, അതൊരു സന്ദർശനം മാത്രമാണ്. അതിന് തന്നോട് അനുമതി വാങ്ങേണ്ട കാര്യമില്ല. തൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർശനത്തെ തീർത്തും ലഘൂകരിച്ചുകൊണ്ട് അതിനകത്ത് മറ്റു രാഷ്ട്രീയം കാണാതെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിനകത്ത് പിന്നിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ കേരള പൊതുസമൂഹം വിഴുങ്ങില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, നേരത്തെ രമേശ് ചെന്നിത്തലയുമായിട്ട് NSS നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും NSS നേതൃത്വം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ് NSS തുറന്ന സമീപനവും നിലപാടും സ്വീകരിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പെരുന്ന രംഗത്ത് വരുന്നതും താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന ആവശ്യവും താക്കോൽ സ്ഥാന പദവി കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്താണ് വി ഡി സതീശനാണ് മഹാമോശം, വി ഡി സതീശൻ എന്താണ് തവളയെ പോലെ തീർത്തത്, ബാക്കി രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സുകുമാരനാർക്കും വെള്ളാപ്പള്ളിക്കൊക്കെ പ്രതിപക്ഷ നേതാവിനുള്ള കടുത്ത വിയോജിപ്പും കടുത്ത വെറുപ്പിനോളം പോകുന്ന ഇഷ്ടക്കേടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ പെരുന്ന സന്ദർശനവും ഈ പറയുന്ന സഭാ ആസ്ഥാന സന്ദർശനവും. നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.